കലാസ്നേഹികളെ, കളമ്പൂർ മറുകുതിരയുടെ 37ാമത് നാടകം കാറ്റത്താടിയ അപ്പുപ്പൻതാടി ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. തുടങ്ങൂടാ, കാരണം നിന്റെ അച്ഛൻ എന്നെ സമിതി ഏൽപ്പിച്ചിട്ട് ഒരു പോക്കങ്ങ് പോയി. അതുകൊണ്ട് ഈ സമിതി ഏറ്റെടുത്ത് നടത്തേണ്ട എന്റെ സുമലതയാണ്. സുമലതയോ? സുമലതയല്ല, ചുമതലയാണ്. ചുമതല. അല്ലടാ, നീ വെളുപ്പാങ്കാലത്ത് എണീറ്റ് എങ്ങോട്ട് പോയേ? ഞാൻ ഓടാൻ പോയതാ. വെളുപ്പാങ്കാലത്ത് എണീറ്റോടെ ഇവ എന്തൊരു ടിപ്പറാ. ആ ഓട്ടമല്ല അമ്മേ, തടി കുറയ്ക്കാൻ വേണ്ടി ഓടാൻ പോയതാ. തടി കുറയ്ക്കാൻ ചിന്തയിലിട്ടാ പോരെ അമ്മേ? പ്രായമാകുമ്പോൾ നമ്മളെ തേടിയെത്തുന്ന സുഹൃത്തുക്കളാണ് ഈ രോഗങ്ങൾ. അതിനെയൊക്കെ പ്രതിരോധിക്കാനാണ് നമ്മൾ ഈ രാവിലെ എണീറ്റ് ഓടുന്നത്. അമ്മയ്ക്ക് ഓടിക്കൂടെ? എടാ, പണ്ട് നിന്റെ അച്ഛൻ്റെ കൂടെ ഓടിക്കൂടിയതാണ് ഈ ഞാൻ. ആ ഓട്ടം ഇതുവരെ നിന്നട്ടു. ആ ഓട്ടമല്ല, അമ്മയ്ക്ക് ഓടിക്കൂടെ? ഈ വ്യായാമങ്ങളൊക്കെ ചെയ്തുകൂടെയെന്ന്. ഞാൻ എന്തിനടാ വെളുപ്പാങ്കാലത്ത് എണീറ്റ് ഓടണത്? ഉദാഹരണത്തിന് ഇന്ന് രാവിലെ തന്നെ എന്നെ ഒരു ആന കുത്താൻ പറഞ്ഞായിട്ട് ഞാൻ ഒരു സ്വപ്നം കണ്ടു. എത്ര കിലോമീറ്റർ എന്നറിയാമോ ഞാൻ ഓടിയത്? അപ്പൊ സ്വപ്നത്തെ പോലെ അമ്മയ്ക്ക് കൊളസ്ട്രോൾ വരത്തില്ല. എടാ മക്കളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നീ നാടകത്തിൽ അഭിനയിക്കണം. നാടകം കളിച്ചാൽ തന്നെ വിശന്നപ്പോ ഊട്ടിയത്. വിശക്കുമ്പോ ഊട്ടിയാണ്, ഇപ്പൊ ദാഹിക്കുമ്പോ കൊടൈക്കനാലാണോ അമ്മേ? എടാ എന്റെ പൊന്നു മക്കളെ, നമുക്ക് ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റും, പക്ഷെ ചെരുപ്പിന് നമ്മളില്ലാതെ നടക്കാൻ പറ്റൂല. അതുപോലെ തന്നെയാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും, പക്ഷെ നമ്മളില്ലാതെ വണ്ടി ഓടില്ല. നിന്റെ അച്ഛന്റെ എല്ലാ കഴിവുകളും നിനക്കും കിട്ടിയിട്ടുണ്ട്. നിന്റെ അച്ഛനും എങ്ങനെയായിരുന്നു? എല്ലാരും പറ്റിക്കും. ഒരിക്കൽ അങ്ങേര് പനിയൊന്നും ഇല്ലാതെ പനി ഗുളിക എടുത്ത് തിന്നുന്നിട്ട് ഞാൻ ചോദിച്ച്, നിങ്ങൾ എന്തിനാണ് മനുഷ്യ വെറുതെ അതെടുത്ത് തിന്നുന്നതെന്ന്. അപ്പൊ അങ്ങേര് എൻ്റെ അടുത്ത് പറയല്ലേ, ഗുളികയെ പറ്റിക്കാനാണെന്ന്. ശരീരത്തിന്റെ ഉള്ളിൽ ചെന്ന് ഈ ഗുളിക പനിയെ നോക്കുമ്പോ പാവം ഗുളിക ചമ്മുമല്ലോ എന്ന്. എന്തിനാണ് അമ്മ അച്ഛന്റെ കഴിവുകളെ പുറം ലോകത്തേക്ക് അറിയിക്കുന്നത്? എടാ, നീ നാടകം കളിക്കണം. നിന്റെ അച്ഛൻ നിർത്തിയെടുത്ത് തന്നെ നീ തുടങ്ങണം. അങ്ങനല്ല, നാട്ടുകാർ നിർത്തിയെടുത്ത് തുടങ്ങും, അങ്ങനെ വേണം പറയാൻ. എടാ, ഇന്നും പ്രതികാരം ചെയ്യാൻ കൊതിക്കുന്ന ഒരു പ്രതികാര ദാഹിയാണ് ഞാൻ. സാധാ ദാഹമായിരുന്നു നമുക്കൊരു സർബത്ത് മേടിച്ചു കൊടുത്ത് തീർക്കായിരുന്നു. ഇതിപ്പോ വയസ്സാകാലത്ത് പ്രതികാര ദാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ. എടാ, സർബത്ത് വാങ്ങിച്ചു കുടിച്ചാ മാറണ ദാഹമാണത്. എനിക്കെന്റെ അച്ഛന്റെ സ്വഭാവമാണെന്ന് നിനക്ക് അറിയില്ലേ? ഓ, ഭയങ്കര സ്വഭാവ. ആ സ്വഭാവം എന്താ നിങ്ങൾക്കറിയാവോ? പണ്ട് അമ്മയെ പ്രസവിക്കുന്ന സമയത്ത് ഓപ്പറേഷന് കയറ്റിയപ്പോ ആ സമയത്ത് ചോറും കൊണ്ട് വന്ന മുത്തശ്ശൻ അമ്മാമ്മയെ തിരക്കിയപ്പോ അവിടെ ഇന്ന് സിസ്റ്റർ പറഞ്ഞു തിയേറ്ററിലാണ്. ഇത് കേട്ടാലും ഉള്ളിനെ കൂട്ടാതെ മുത്തശ്ശി സിനിമ കാണാൻ തിയേറ്ററിൽ പോയെന്നും പറഞ്ഞ് നീ കൂടെ വലിയ വർത്താനൊന്നും പറയണ്ട. നിന്റെ അച്ഛന്റെ പഴയ സമിതി നമ്മൾ വീണ്ടും തുടങ്ങുന്നോ? നീ നായകനായിട്ട് അഭിനയിക്കും? ഇല്ല 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 അമ്മേ, സിനിമയാണ് എന്റെ ലക്ഷ്യം. എന്നെ വാഴയെന്ന് വിളിച്ചതാ. അപ്പൊ നിനക്ക് ഒരു കാര്യത്തിൽ അഭിനയിക്കാം. എന്താ? നിന്റെ അച്ഛനെ നിന്റെ നാട്ടുകാരി വാഴയെന്ന് എന്നെ വിളിച്ചത്. ആ വാഴയല്ല, വാഴ 2 സിനിമ എന്നെ വിളിച്ചതാണ്. എന്റെ പൊന്നു മക്കളെ, 2.5 മണിക്കൂർ തട്ടേക്കാട്. തട്ടേക്കാടോ? തട്ടേക്കാടല്ല, 2.5 മണിക്കൂർ തട്ടേക്കാട് ഡയലോഗ് പറയണം. അത് സിനിമയെ പോലെ അത്രയ്ക്ക് എളുപ്പമല്ല. ഞാനും നിന്റെ അച്ഛനും കൂടെ പണ്ട് നാടകം കളിക്കുമ്പോ ഭാവങ്ങൾ ഇങ്ങനെ മിന്നി മറയുമായിരുന്നു. കമ്മറ്റിക്കാരമായിരിക്കും. എടാ ചെറുക്ക, നീ വല്ലതും പറഞ്ഞോണ്ടല്ലേ. നീ ഇനി നായകനായിട്ട് അഭിനയിക്കും. നമ്മൾ ഇന്ന് ക്യാമ്പ് തുടങ്ങും. പിന്നെ ഒരു പുതുമുഖ നായികയെ വേണമെന്നും പറഞ്ഞോണ്ട് ഞാൻ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. പിന്നീട് സമിതിയിലെ നിന്റെ നമ്പറാണ് കൊടുത്തിരിക്കണേ. എന്തിന്? കരക്കാരുടെ ചീത്തയും വഴക്കം കേട്ട് ചെവിയിൽ തഴമ്പ് വന്ന നിന്റെ നമ്പർ എന്നെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അതാകുമ്പോ നിനക്കതൊക്കെ കേൾക്കുമ്പോ ശീലമാണല്ലോ. പിന്നെ ഇവിടെ അഭിനയിക്കാൻ പറഞ്ഞ പെമ്പിള്ളേരടുത്ത് വല്ല വേഷം കെട്ടു ഇറക്കിയ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു വിടും. അവരെയോ? നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചങ്ങോട്ടും ഞാൻ. പിന്നെ എടാ മക്കളെ, നീ നാടകം കളിക്കുമ്പോ എല്ലാരെ കൊണ്ടും നല്ലത് മാത്രം പറയിപ്പിക്കണം. നാടകം കളിക്കാതെ തന്നെ നല്ലത് പറയിപ്പിക്കുന്നു. ഇനി നാടകം കളിച്ചിട്ട് വേണം അടുത്തൂടെ പറയിപ്പിക്കാൻ. നീ എന്റെ ഞാൻ പറയില്ല, എപ്പോഴും നെഗറ്റീവ് കടിച്ചോളൂ. പോടാ. നിങ്ങൾ വല്ല മീൻ കച്ചവടത്തിന് വല്ലതും പോകുന്നുണ്ടോ? അതല്ല, മീനെ കണ്ടപ്പോഴേ അറിയാതെ വന്നതാ. അറിയാണ്ട് വരെ നിങ്ങൾ എന്താ പൂച്ചയാണ്? വിനായിട്ട് ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. നീ എന്തിനാ വിളിച്ചത്? ഞാൻ പറഞ്ഞല്ലേ അപ്പുറത്തുള്ള ശ്രീ എം എസ് പോണോന്ന്. എന്താ നീ കിടന്ന് പറയുന്നത്? അപ്പുറത്ത് അമ്പലത്തിൽ പോണോ ഞാൻ പറഞ്ഞല്ലായിരുന്നോ? അപ്പൊ നമ്മൾ രണ്ടുപേരും ഒന്നിക്കേണ്ടവര് തന്നെ. അയ്യോ അമ്മ, അമ്മ ഇവിടെ ഉണ്ട്. അമ്മ നമ്മളെ രണ്ടുപേരും കണ്ടു അമ്മ വിഷയം ഉണ്ടാക്കുവേ. വിഷയമാണെങ്കിൽ അമ്മേനെ ഈ വീട്ടിൽ
പറഞ്ഞോളൂ. പിന്നെ എന്തിനാ ഇവിടെ നിർത്തിയേക്കുന്നേ? അതല്ലടി നമ്മളെ കണ്ടതിന് അമ്മ വിഷയം ഉണ്ടാക്കും, അമ്മ വഴക്ക് പറയും. നീ ഒന്ന് പോ. ഞാൻ ഇവിടെ വിനയേട്ടനെ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ വിനയേട്ടനെ കണ്ടിട്ടേ പോകത്തുള്ളൂ. ഇവളമ്മയുടെ കയ്യിൽ നിന്ന് കൊണ്ടിട്ടേ പോകത്തുള്ളൂ. എടി നീ ഒന്ന് പോ. ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല. അല്ല, നിനക്കിപ്പോ എന്നോട് സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഒരു ഐഡിയ ഉണ്ട്. ഞങ്ങൾ അച്ഛന്റെ പഴയ ഒരു നാടക സമിതി ഉണ്ടായിരുന്നു. അതിപ്പോ അമ്മ തട്ടിക്കൂട്ടി നടത്തുന്നുണ്ട്. ഒന്നെങ്കിൽ തട്ടുകാട് നടത്തണം, അല്ലെങ്കിൽ ഈ പറയുന്ന നാടകം നടത്തണം. ഈ രണ്ടെണ്ണം കൂടി എന്നെ നോക്കാൻ പറ്റത്തില്ല. തട്ടുകടയല്ല അമ്മ, അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പുതുമുഖ നായികയെ വേണമെന്ന് പറഞ്ഞ അമ്മ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. അത് കണ്ടാണ് നീ വന്നെന്ന് വേണം അമ്മ വരുമ്പോ പറയാൻ. മനസ്സിലായല്ലോ? പിന്നെ ഈ നാടകത്തിന്റെ കഥയൊക്കെ ഞാൻ അന്ന് പറഞ്ഞു തന്നായിരുന്നു. ഡയലോഗൊക്കെ ഓർമ്മ അന്ന് പറഞ്ഞു തന്നല്ലേ? ആർക്കറിയോ ഓർമ്മയുണ്ടോ? അല്ല ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ടല്ലോ. അമ്മ വരുമ്പോ അങ്ങനെ വേണം പറയാൻ. ആരടാ? ഞാൻ മേഡം പോയി. ഈ പെണ്ണാരടാ? സത്യം പറയടാ, ആരടാ ഈ പെണ്ണ്? ഈ പെൺകുട്ടിയല്ലേ? ഞാൻ ഇത്ര നേരം ചോദിച്ചോണ്ടിരുന്നേ. അമ്മ ചോദിച്ചത് കേട്ടില്ലേ? വീടെന്താ, പേരെവിടെ? അല്ല, വീട്ടുപേരെന്താ? മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോവാണല്ലോ. എന്റെ പേര് മീന, വീട് പാഴൂര്. പിന്നെ എന്താന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ അമ്മേ? അമ്മ ഇത് പാഴൂരിൽ നിന്ന് വന്ന നാടകമാണ്. അല്ല, മീനയിൽ നിന്ന് വന്ന പാഴൂരാ പേര്, നാടകം. അങ്ങോട്ട് വീട്ടുകാരെ മാത്രം വിളിച്ച് പറയാനായിട്ട്. സത്യം പറയട്ടെ, നീ ആരടി? ഞാൻ മീനത്തി പത്രം കണ്ടുവന്ന പരസ്യം. പത്രത്തിൽ പരസ്യം കണ്ട് വന്നത് മനസ്സിലായി. നീയൊക്കെ രണ്ടും കൂടെ ഡയലോഗ് പറയാൻ കിടന്ന് പെടുന്ന പാട് കേട്ടപ്പോ മനസ്സിലായി എന്താണ് നീയൊക്കെ ഉദ്ദേശിച്ചത്. പിന്നെ മക്കളെ, നാളെ നമുക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം നായകനായിട്ട് അഭിനയിക്കണ കൊച്ച നാളെ വരത്തുള്ളൂ. അത് ശരി. അമ്മേ ഉണ്ടായിരടാ മണവണാഞ്ച അവിടെ. എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ആദ്യമായിട്ട് ഞാൻ മണവണാഞ്ചിനെ കാണുക, അതുകൊണ്ട് നോക്കിയ. അമ്മേ, ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ആൾക്കാരുടെ മുമ്പേ ചെന്നെ ഇങ്ങനെ കളിയാക്കരുതെന്ന്. സത്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റും. അല്ല, ഞാൻ പറയാമെന്ന കാര്യം പറയാം. അമ്മയ്ക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. നീ നാട് വിടാൻ പോണ? അതല്ലമ്മേ, അതായത് ഞാൻ ആ സിനിമ ഇങ്ങനെ ക്യാൻസൽ ചെയ്തു. ഞാൻ തന്നെ നായകനായിട്ട് അഭിനയിക്കാം. ഇപ്പം വീഴുന്നത് ഓക്കെ, നീ എന്തിനു വീഴുന്നു? അല്ല, ചേട്ടൻ വീണ കാറ്റെടുത്തപ്പോ ഞാനും കൂടെ അങ്ങ് വീണോ. എടാ, ഞാൻ നിന്റെ അടുത്ത് പച്ച മലയാളത്തിൽ തന്നെയാണ് വള 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 എന്ന് പറഞ്ഞത്. അപ്പൊ നിനക്കൊന്നും പറ്റൂലല്ലോ. ഇപ്പൊ നിനക്ക് എന്തൊരു മാറ്റം? അതമ്മേ, ഈ കുട്ടി ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വരെ വന്നതല്ലേ. ഈ കുട്ടിയുടെ വിഷമം കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇവൻ പറഞ്ഞത് നിങ്ങൾ കേട്ട? ഇപ്പൊ വന്ന പെണ്ണിന്റെ വിഷമം അവന് കാണാൻ 10-27 കൊല്ലമായിട്ട് അവന്റെ പെറ്റ തള്ളേരെ വിഷമം. എനിക്ക് ഇങ്ങനെ ഒരു ബോധായി പോയല്ലോ. എന്താണ് അമ്മയുടെ വിഷമം? എന്റെ അടുത്ത് പറയൂ, ആ മണവണാഞ്ചിന്റെ അടുത്ത് പറയണ്ട, പറയൂ. ഇപ്പൊ വന്ന് വീട്ടുകാരോട് ഞാൻ എന്റെ വാക്കിയത് നിരാശപ്പെട്ടു. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അമ്മേ, നമുക്കെന്നാ റിഹേഴ്സൽ തുടങ്ങാം. എന്തായാലും എന്റെ കാലശേഷം നീ വേണം ഇതൊക്കെ നോക്കി നടത്താൻ. അതുകൊണ്ട് നീ നായകനായിട്ട് അങ്ങ് അഭിനയിച്ച. അല്ല, എത്ര കൊല്ലം എടുക്കുമായിരിക്കും അമ്മയുടെ ഈ കാലശേഷം കഴിയാൻ? തുടങ്ങാം. ഫസ്റ്റ് മ്യൂസിക് ആണ്. മ്യൂസിക് കഴിഞ്ഞതിന് ശേഷമാണ് ഡയലോഗ്. പിന്നെ ഞാൻ ആക്ഷൻ പറഞ്ഞേ തുടങ്ങാവോ? മനസ്സിലായോ? ആക്ഷൻ പറഞ്ഞേ തുടങ്ങാവോ? മനസ്സിലായോ? ആക്ഷൻ പറഞ്ഞേ തുടങ്ങാവോ? മനസ്സിലായല്ലോ. സോറി, ആള് മാറിപ്പോ. ഇവിടെ ഇത് ഞാൻ പറഞ്ഞേ. അപ്പൊ അല്ല, ഓക്കെ അല്ലേ? ഓക്കെ, റെഡി, ആക്ഷൻ. നമ്മുടെ ഈ ബന്ധം നിന്റെ മുറച്ചെറുക്കൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അയാളുടെ കാര്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്? ഓർമ്മിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാവോ? എസിയുടെ ഇടയ്ക്ക് ബി ഉണ്ട്, ബിഡിയുടെ ഇടയ്ക്ക് സി ഉണ്ട്. അതുപോലെയാണ് നമുക്കിടയിൽ അവൻ. എന്ന് വെച്ചാ സൈലന്റ് ആണവൻ, സൈലന്റ് കില്ലർ ആണവൻ. പിന്നെ അങ്ങനൊന്നും പറയരുത്. ആളൊരു ബുദ്ധിജീവിയാ. പെടക്കോഴിക്ക് തിളച്ച വെള്ളം കൊടുത്തിട്ട് ഈ പുഴുങ്ങിയ മുട്ട ഇടുന്ന കാത്തിരുന്ന ആളാ അയാളെ. കുടുംബ മഹിമ. അത് മാത്രമല്ല, ആരുമില്ലാത്ത സമയം എൻ്റെ അടുത്ത് മിണ്ടാതെയും പറയാതെയും പമ്മി 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 പമ്മി. അതിന് നീ എന്തിനടി അവന്റെ പറയാൻ കിടന്ന് പമ്മണത്? അല്ല, ഡയലോഗ് കിട്ടിയില്ലെങ്കിൽ ആക്ഷൻ പിടിക്കാന്ന് വിചാരിച്ചു. ഈശ്വരാ, ചോര കുടിക്കാൻ വരുന്ന കൊതുകുകൾ പോലും മൂളിപ്പാട്ട് പാടിയാണല്ലോ വരുന്നത്. ഇവിടെ ഒരുത്തൻ പമ്മി പമ്മി പമ്മി.
എന്തരടാ ഇത്? കൂടുതൽ നന്നായി പോയോ അമ്മേ? ഈ കൂട്ടത്തിൽ നന്നാവാത്തത് നീ മാത്രമേ ഉള്ളൂ. നീയെങ്കിലും ഒന്ന് പോയി നന്നാവടാ ചെറുക്ക. അമ്മ പറഞ്ഞില്ലേ പോയി നന്നാവടാ. പോയി നന്നാവടാ മണകുണാഞ്ച. നീ ഡയലോഗ് പറഞ്ഞു ബാക്കി. പണ്ടെനിക്ക് ഉപ്പുമാവിന്റെ തൈ തരാന്നും പറഞ്ഞ് പറ്റിച്ചു പോയതാവൻ ഇതുവരെ തന്നിട്ടില്ല. തീർച്ച കിട്ടി. എവിടുന്ന് തീർത്ത് കിട്ടിയെന്ന്? തീർച്ചക്കുട്ടി, കണ്ണു നിറയാൻ കുറെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ മൂക്ക് നിറയാൻ ഒരൊറ്റ ജലദോഷം മാത്രം മതി. അയ്യോ എന്നെ മുറച്ചെടുക്കാൻ വരുന്നേ. ഞാനാണ് മുറച്ചെറുക്കൻ, ഞാനാണ്. ഇപ്പൊ തൽക്കാലം ഞാൻ അഭിനയിക്കാം. ക്യാറ്റില്ലാത്തോണ്ട്. ആറാടിവൻ, ഏഴാടിവൻ, ആരാടിവൻ, ഏതാടിവൻ ഓർക്കുന്നില്ലേ? പണ്ട് രാത്രി ചാർജ് ചെയ്യാൻ പോവാന്ന് കേട്ടപ്പോ ബാറ്ററി വാങ്ങി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചാർജ് ചെയ്യാന്ന് പറഞ്ഞ ആള് എന്റെ കുമാരേട്ടൻ. ഓഹോ, അത് ഇവനാണല്ലേ? അതാടാ, ആ ഇവനാണ് ഈ ഞാൻ. ഞാൻ നിർത്തത്തില്ല. ഞങ്ങൾ ആരെങ്കിലും ഒരാൾ, അല്ലാതെ ഈ അടി ഇവിടെ നിൽക്കില്ല. അതല്ല നിങ്ങളുടെ വടി നിർത്തല്ല, എന്റെ ഒന്ന് താഴെ നിർത്ത്. അതായിരുന്നോ? നിങ്ങൾ രണ്ടും കൂടെ ചമ്മി തല്ലിയ. നിങ്ങൾ രണ്ടും കൂടെ തമ്മി തല്ലിയ. നിങ്ങൾ രണ്ടും കൂടെ തമ്മി തല്ലി കഴിഞ്ഞ ചത്താലെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ തമ്മി തല്ലി ചത്ത് കഴിഞ്ഞ ചത്ത ചത്താപ്പച്ച ചത്താപ്പച്ച അടിക്കുന്ന മിന്നലടി അറാപ്പച്ച അടിക്കുന്ന മക്കളെ, ഇവളെ പറഞ്ഞത് നീ കേട്ടില്ലേ? ഞാൻ കേട്ടമ്മേ, തത്താപിത്ത. എന്റെ പൊന്നോ, അങ്ങ് വിട്ട് കളാ. അയ്യോ, ഞാൻ എന്റെ വാലിരുന്ന് കയറി പിടിക്കല്ലേ. ബാക്കി പറ, ബാക്കി പറ. നിങ്ങൾ എന്നെ കൂടി ഇവിടെ കാരണം തമ്മി തല്ലി ചത്ത് കഴിഞ്ഞ ചത്ത് കഴിഞ്ഞ ഞാൻ വേറെ പോയി കെട്ടും. നിങ്ങൾ എന്നെ കൂടി ഇവിടെ തമ്മി തല്ലി ചാവതേ ഉള്ളൂ. വിധി വിചാരിക്കുന്നതൊന്ന്, നടക്കുന്നതൊന്ന്. ഈ രണ്ടൊന്നും ചേർത്ത് കഴിഞ്ഞാൽ വെച്ചാൽ രണ്ടൊന്നും ചേർത്ത് കഴിഞ്ഞാൽ 11 ആവും. അമ്മേ, എങ്ങനെയുണ്ടമ്മേ എന്റെ അഭിനയം? അമ്മ എങ്ങനെയുണ്ടമ്മ എന്റെ അഭിനയം? ഓ, അഭിനയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും പൊളിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്റെ അടുത്തൊരു സത്യം പറയണം. എന്താ? ആരുടെ അവള്? സത്യം പറയണം, ആരുടെ അവള്? അമ്മ നാടകം കഴിഞ്ഞി. നാടകം തുടങ്ങാൻ പോണതേ ഉള്ളു. ഞാൻ ഇപ്പൊ കൊടുത്ത പേപ്പറിലെ ഡയലോഗ് ഒരിക്കൽ പോലും നോക്കാതെ തെറ്റിക്കാതെ ഇത്ര കൃത്യമായിട്ട് പറയണമെങ്കിൽ ഇവളാര്? ഇവക്കാര് ഡയലോഗ് കൊടുത്ത? ഇവളാര്? പത്രത്തിലെ പരസ്യം കണ്ടുവന്ന മീനെ ഒന്ന് പോയേ അമ്മ, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തില്ല, ഞങ്ങൾ ഒളിച്ചോടാൻ വന്നതാ. എന്റെ പൊന്ന് മക്കളെ, പണ്ട് ഇവന്റെ അച്ഛന്റെ കൂടെ ഓടി കൂടിയതാണ് ഈ ഞാൻ. ആ ഓട്ടം ഇതുവരെ ഇവിടെ നിന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ രണ്ടുപേരെ ഒളിച്ചോടാം എന്നുള്ള പദ്ധതി ഇവിടെ നടക്കൂല. വേണമെങ്കിൽ രണ്ടുപേരെ മാന്യായിട്ട് കല്യാണം കഴിപ്പിച്ചങ്ങ് തരാം. നാളെ വീട്ടിലെ കയറിപ്പോടാ. അപ്പൊ ഞാനോ? ഞാൻ നിലവിളക്ക് എടുത്തോണ്ടെങ്കിൽ വരാം.